കൊല്ലവർഷം 1091 ഇടവമാസം 16 കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. അന്നാണ് കറുകച്ചാലിലെ കൊടിഞ്ഞാൻകുന്നിൻപുറത്ത് ഒരു സരസ്വതി ക്ഷേത്രത്തിൻ്റെ ബീജാവാപം നടന്നത്. ചിറ്റല്ലൂർ CK കൃഷ്ണപിള്ളയായിരുന്നു ശിലാസ്ഥാപനം നടത്തിയത്. ആദ്യമായി സ്കൂളിൽ പഠിക്കാനെത്തിയത് 21 കുട്ടികൾ. കോയപ്പള്ളി കേളപ്പൻ നായരായിരുന്നു ആ കൊച്ചു ക്ലാസിൻ്റെ ഹെഡ് മാസ്റ്ററും അധ്യാപകനും എല്ലാം. ആദ്യ ക്ലാസ് ആരംഭിച്ചത് ഹിന്ദുധർമ്മത്തിൻ്റെ കീർത്തി ലോകമെങ്ങും പരത്തിയ വിശ്വവിജയി വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനത്തിലും. ഹെഡ് മാസ്റ്റർ കേളപ്പൻ നായർ ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാലയം സ്ഥാപിക്കാനുള്ള കാശിനായി മന്നത്ത് പത്മനാഭപിള്ള നെട്ടോട്ടമോടുകയായിരുന്നു. കാൽനടയായി അലഞ്ഞു കിട്ടിയ ചില്ലിക്കാശും പാഴ്ത്തടികളും ശേഖരിച്ചു. പലപ്പോഴും ഭക്ഷണം കഴിച്ചില്ല. ചില ദിവസങ്ങളിൽ വൈകുന്നേരം വരെ അലഞ്ഞാലും ഒന്നും കിട്ടുകയില്ല. എങ്കിലും പത്മനാഭപിള്ള പിന്മാറിയില്ല. ഏത് പ്രതിസന്ധിയെയും സ്ഥിരോത്സാഹം കൊണ്ട് തൃണവൽ സമാനമാക്കുന്ന അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് അവസാനം വിജയിച്ചത്. ഈശ്വരൻ രാജാവിനെ രക്ഷിക്കട്ടെ എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച കൊടിഞ്ഞാൻകുന്നിലെ ആ വിദ്യാലയമാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ സംഘടനയുടെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം. ഹെഡ് മാസ്റ്ററായിരുന്ന കോയപ്പള്ളി കേളപ്പൻ നായർ പിൽക്കാലത്ത് ലോകമറിയുന്ന ഭാരത സ്വാതന്ത്ര്യ സമര സേനാനി കേളപ്പജിയായി, കേരള ഗാന്ധിയായി. അന്ന് 38കാരനായിരുന്ന മന്നത്ത് പത്മനാഭപിള്ള മന്നത്ത് പത്മനാഭനായി ലോകമറിയുന്ന ഭാരത കേസരിയുമായി. ഇരുവരും പൊതുപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സംഘടനയായ നായർ സർവീസ് സൊസൈറ്റിയും പെട്ടെന്നുണ്ടായ ഒരു ചിന്തയിൽ രൂപീകൃതമായതല്ല. NSSൻ്റെ പൂർവ്വരൂപമായ നായർ ഭൃത്യജന സംഘം ആരംഭിച്ചപ്പോൾ ആദ്യ പ്രസിഡൻ്റായിരുന്നു കേളപ്പൻ നായർ, സെക്രട്ടറി പത്മനാഭപിള്ളയും. കേരളത്തിൻ്റെ സമൂലമായ സാമൂഹിക പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച NSSൻ്റെ സ്ഥാപക നേതാക്കളായ ഇരുവരും ആ പരിവർത്തനത്തിൽ നിർണായക പങ്കു വഹിച്ചു എന്നത് നിസ്തർക്കമാണ്. നായർ സമുദായത്തിൻ്റെ മാത്രമല്ല, അതുൾപ്പെടുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ ഉന്നതിയും ഇരുവരുടെയും ലക്ഷ്യമായിരുന്നു. ഐത്തത്തിനെതിരെ പടപൊരുതി വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും അവർ പങ്കുകൊണ്ടു. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്നത്ത് പത്മനാഭപിള്ള സവർണ ജാഥ നടത്തി. ഭാരതമാതാവിനെ ഗ്രസിച്ച മഹാവ്യാധിയെ ഇല്ലാതാക്കാൻ ജീവൻ ബലി നൽകുന്നുവെന്ന് പ്രഖ്യാപിച്ച് കേളപ്പൻ നായർ സത്യാഗ്രഹമിരുന്നു. നായർ സമുദായ സംഘടനയുടെ സ്ഥാപക നേതാക്കളായ ഇരുവരും സമുദായത്തിനുപരി ഹിന്ദുവെന്ന ചിന്തയിൽ ഒരുമിച്ച് ഭാരതമാതാവെന്ന മഹത്തായ ആദർശത്തിനു വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ ഇവയിൽ ഒതുങ്ങില്ല. ഈയടുത്ത് ഭാരതമാതാവിൻ്റെ ചിത്രം വച്ചതിന് NSSൻ്റെ ഏതോ പ്രാദേശിക പരിപാടിയിൽ ഹിന്ദു സംഘടനാ നേതാവിനെ ഇറക്കിവിട്ട വാർത്ത കൂടി ഈ സമയത്ത് ഒന്ന് ഓർക്കേണ്ടതാണ്. സമുദായത്തിൻ്റെ മുന്നേറ്റമെന്നതിലുപരി ഹിന്ദു സമാജത്തിൻ്റെ അഭിവൃദ്ധി കൂടി ലക്ഷ്യമിട്ടവർ തുടക്കമിട്ട NSS എന്ന സംഘടന അതിൻ്റെ ശതാബ്ദി പിന്നിട്ടപ്പോൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം തേടേണ്ടതുണ്ട്. ഹിന്ദു സമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പമാർ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യത്തിനും. NSS എന്ന സംഘടന നായർ സമുദായിക സംഘടന എന്നതിലുപരി ഒരു ഹിന്ദു സംഘടനയാണെന്ന സത്യം നിലവിലെ നായകന്മാർ മറന്നുപോകുന്നുണ്ടോ എന്ന സംശയം ഉയരുന്ന ഒരു കാലമാണിത്. ഇനി അഥവാ മറന്നുപോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മന്നത്ത് വീടിൻ്റെ പൂമുഖത്ത് കൊല്ലവർഷം 1090 തുലാമാസം 15-ാം തീയതി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ത്രിസന്ധ്യയ്ക്ക് മന്നത്ത് വീട്ടിൽ പാർവതിയമ്മ കൊളുത്തിയ 7 തിരി നിലവിളക്കിനെ സാക്ഷി നിർത്തി ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങിയ സംഘടനയാണ് NSS. ആ NSSൻ്റെ നായകന്മാരാണ് ശബരിമല ആചാര സംരക്ഷണത്തിനായി ഇറങ്ങി അടികൊണ്ടും കേസു പറഞ്ഞും ഹിന്ദുക്കൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പുല്ലുവില കൊടുത്ത് സർക്കാരിനെ പ്രകീർത്തിക്കുന്നത്. ഹിന്ദുത്വവുമായി എത്ര അടുത്ത് നിൽക്കുന്ന സംഘടനയാണ് NSS എന്നതിന് ചരിത്രത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. പ്രാക്കുളംകാരൻ പരമേശ്വരൻ പിള്ള സമ്മാനിച്ച കെട്ടിടത്തിലും ഭൂമിയിലുമാണ് NSSൻ്റെ രണ്ടാമത്തെ സ്കൂൾ 1917 ആരംഭിക്കുന്നത്. ആ മിഡിൽ സ്കൂൾ ഹൈസ്കൂളാക്കാൻ മന്നത്തിന് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കാരണം എന്താണെന്നറിയാമോ? പ്രാക്കുളം പരമേശ്വരൻ പിള്ള കാഷായം കൊടുത്ത് വീടാന്തരം കയറി ഇറങ്ങി ഭിക്ഷയെടുത്തു. സന്യാസിയെ രാജാവിനേക്കാൾ ബഹുമാനത്തോടെ കണ്ട ഹിന്ദു സമാജം അന്ന് അവരവർക്കാവും വിധം സഹായിച്ചു. കെട്ടിടം പണി കഴിഞ്ഞ് ഹൈസ്കൂളാക്കുന്നതിനുള്ള അനുവാദവും കിട്ടി. ക്ലാസുകൾ തുടങ്ങിയതിനു ശേഷമേ
പ്രാക്കുളം പരമേശ്വരൻ പിള്ള നീണ്ട താടി എടുത്തുള്ളൂ. പക്ഷേ കാഷായവും സന്യാസിയും ഇന്ന് NSSന് ചതുർത്ഥിയാണ്. NSS വേദികളിൽ നോക്കിയാൽ ഇന്ന് സന്യാസികളെ കാണാറില്ല. ഇടയ്ക്ക് ഇക്കാര്യം അന്വേഷിച്ചവരോട് NSS മതാതീതമായ സംഘടനയാണെന്നോ മറ്റോ ആയിരുന്നു നേതൃത്വത്തിൻ്റെ മറുപടി. ഓർക്കാനും ഓർമ്മിക്കാനും ചില ചരിത്രങ്ങളുണ്ട് NSSന്. അതിൻ്റെ നായകർ അത് ഓർക്കുന്നില്ലെങ്കിൽ നമ്മളെങ്കിലും ഓർമ്മിപ്പിക്കണമല്ലോ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് NSS പ്രവേശിക്കുവാൻ എന്തായിരുന്നു കാരണം? അതും ചരിത്രത്തിലുണ്ട്. തിരുവിതാംകൂറിൽ ആകെയുള്ള 7 കോളേജുകളിൽ 3 എണ്ണം മാത്രമായിരുന്നു സർക്കാർ കോളേജുകൾ. ബാക്കി 4 ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. നായന്മാരിൽ അതിസമർത്ഥരായവർക്കല്ലാതെ ആ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിരുന്നില്ല. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ബാക്കി വല്ലതും വന്നാലേ അതും കിട്ടുമായിരുന്നുള്ളൂ. ഇനി അഡ്മിഷൻ കിട്ടിയാൽ തന്നെ പക്ഷപാതപരമായ പെരുമാറ്റവും മതപരിവർത്തന ശ്രമങ്ങളും അവഹേളനവും വേറെ. ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നത് പോലെ ഹിന്ദുക്കൾക്കും കോളേജുകൾ വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 3 കോളേജുകൾ അന്ന് അനുവദിക്കപ്പെട്ടു. NSSന് പെരുന്നയിലും SNDPക്ക് കൊല്ലത്തും സനാതന ധർമ്മ വിദ്യാലയത്തിന് ആലപ്പുഴയിലും. അങ്ങനെ സ്വാഭിമാനത്തോടെ ഉപരിപഠനം നടത്തണമെന്ന ഹിന്ദു സമാജത്തിൻ്റെ ചിന്തയിൽ ഉയർന്നു വന്ന കോളേജുകളാണ് കൊല്ലം SNും ആലപ്പുഴ സനാതനധർമ്മ അഥവാ SD കോളേജും പെരുന്ന NSS കോളേജും. NSS ആദ്യമായി ആരംഭിച്ച കോളേജിന് നൽകിയ പേര് NSS ഹിന്ദു കോളേജ് എന്നായിരുന്നു. അത് തുടങ്ങാൻ NSS നേരിട്ട എതിർപ്പുകളും അതിനെ ശക്തമായി പ്രതിരോധിച്ച മന്നത്തിൻ്റെ നിശ്ചയദാർഢ്യവും നായന്മാർ മറന്നാലും അവരുടെ നായകന്മാർ മറക്കരുത്. കോളേജ് ആരംഭിക്കാതിരിക്കാൻ വൈസ്രോയിക്കും ഇന്ത്യ ചക്രവർത്തിക്കും മാത്രമല്ല അങ്ങ് റോമിലെ പോപ്പിന് വരെ പരാതി പോയിരുന്നു. ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായി യാതൊന്നും ചെയ്യുകയില്ല എന്ന പ്രഖ്യാപിത അജണ്ട സമരീതിയിലുള്ള സഹവർത്തിത്വത്തിൻ്റേതാണ്, അല്ലാതെ മുട്ടിലിഴയാനുള്ളതല്ല എന്ന് മന്നം അന്ന് കാണിച്ചു കൊടുത്തിരുന്നു. സാമുദായികോദ്ധാരണവും ഒപ്പം സമാജ അഭിവൃദ്ധിയും ലക്ഷ്യമിട്ട മഹാത്മാക്കൾ കല്ലും മുള്ളും കാലുക്കുമെത്തയാക്കി പിടിയരി പിരിച്ച് ജന്മനക്ഷത്ര പിരിവെടുത്ത് ഉയർത്തിയെടുത്ത ഹിന്ദു സമാജത്തിൻ്റെ അംശമായ സമുദായ സംഘടന കേവലം ചിലരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും തറവാടിത്ത ഘോഷണങ്ങൾക്കും മാത്രമുള്ള വേദിയായി ചുരുങ്ങുന്നുവോ എന്ന് അന്വേഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. അതിന് ചില ചരിത്രങ്ങളും വർത്തമാനങ്ങളും പറയണം, ചിലതൊക്കെ ഓർമ്മിപ്പിക്കുകയും വേണം. നായർ സമാജ പ്രവർത്തനങ്ങളുമായി മന്നത്ത് പത്മനാഭൻ സമുദായത്തിൻ്റെ നേതാവായി ഉയർന്നു വരുന്ന കാലം. ശ്രീമൂലം തിരുനാളിൻ്റെ ജന്മദിനാഘോഷം ചങ്ങനാശ്ശേരിയിൽ ഒരുമിച്ച് ആഘോഷിക്കുന്ന പതിവ് കാലങ്ങളായി ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരും പ്രമാണിമാരും എല്ലാവരും ചേർന്നുള്ള ആഘോഷമാണ് നടക്കാറുള്ളത്. രാവിലെയും വൈകിട്ടുമായി ടൗൺ ഹാളിൽ നടക്കുന്ന യോഗങ്ങളിൽ ഒന്നിൽ കത്തോലിക്ക പള്ളി വികാരി ജനറൽ കണ്ടങ്കരി കത്തനാരും അടുത്തതിൽ ഹിന്ദുക്കളുടെ പ്രതിനിധിയായി കൈനിക്കര കുമാരപിള്ളയുമായിരുന്നു അധ്യക്ഷനായി ഉണ്ടാവുക. ആയിടയ്ക്ക് ഒരു കൊല്ലം 3 യോഗങ്ങൾ കൂടുകയും രാവിലെയും ഉച്ചയ്ക്കുമുള്ള യോഗങ്ങളിൽ കത്തോലിക്ക പള്ളി വികാരികൾ അധ്യക്ഷന്മാരാവുകയും ചെയ്തു. രാത്രി നടന്ന യോഗത്തിൽ ഹിന്ദുക്കളുടെ പ്രതിനിധിയും നായർ പ്രമാണിയുമായ കൈനിക്കര കുമാരപിള്ള അധ്യക്ഷനാകുമെന്നായിരുന്നു ഹിന്ദുക്കളുടെ വിശിഷ്യ നായന്മാരുടെയും പ്രതീക്ഷ. എന്നാൽ രാത്രി നടന്ന യോഗത്തിൽ കണ്ടക്കരി കത്തനാർ തന്നെ അധ്യക്ഷനായി. ഇത് മന്നം ഉൾപ്പെടുന്ന ഹിന്ദുക്കൾക്ക് സഹിച്ചില്ല. ഇവിടുത്തെ ഹിന്ദുക്കളെ അപമാനിക്കുകയും അവകാശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത പ്രവൃത്തിക്ക് കീഴടങ്ങാൻ തയ്യാറല്ലെന്നും ഇനി മുതൽ തിരുനാളാഘോഷം ഹിന്ദുക്കൾ ഒറ്റയ്ക്ക് നടത്തുമെന്നും പ്രഖ്യാപിച്ച് മന്നം ഹാൾ വിട്ടിറങ്ങി. കൂടെ ബാക്കി ഹിന്ദുക്കളും പുറത്തിറങ്ങി. ഇതിൻ്റെ തുടർച്ചയായാണ് താലൂക്ക് നായർ സമാജമുണ്ടായത്. ഇതാണ് പിന്നീട് NSS താലൂക്ക് യൂണിയനായത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വിജയദശമി ആഘോഷവും തുടങ്ങിയത്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിൽ നായർ സമുദായ നേതാവ് എന്നതിലുപരി ഹിന്ദു നേതാവ് എന്ന രീതിയിലാണ് മന്നം ഇടപെട്ടത്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ സവർണ ജാഥ അതിൻ്റെ മകുടോദാഹരണമാണ്. ഹിന്ദുവിൻ്റെ ഏതൊരു പ്രസ്ഥാനവും വിജയിക്കണമെങ്കിൽ അതിന് വിശ്വാസത്തിൻ്റെയും ആധ്യാത്മികതയുടെയും അടിത്തറ വേണമെന്ന് നല്ല നിശ്ചയമായിരുന്നു മന്നത്തിന്. അതുകൊണ്ട് വെള്ളവസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടായിരുന്നു സവർണ ജാഥ ആരംഭിച്ചതും. യാത്ര വർക്കല എത്തിയപ്പോൾ ജാഥാംഗങ്ങൾ മഞ്ഞ വസ്ത്രം ധരിച്ച് ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുദേവനെ ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തിയത്. എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ചെയ്യുന്ന നിസ്വാർത്ഥ സേവനത്തെ ഗുരുദേവൻ അഭിനന്ദിച്ചു. തിരുവനന്തപുരം പുത്തൻ കച്ചേരി മൈതാനത്തെ പുളകം കൊള്ളിച്ച സമ്മേളനത്തിന് ശേഷം പിറ്റേന്ന് 22,000 സവർണ ഹിന്ദുക്കളുടെ സമ്മതപത്രം
മഹാറാണിക്ക് മന്നം സമർപ്പിച്ചു. തുടർന്ന് ദിവാനോട് നടത്തിയ അഭ്യർത്ഥന ഹിന്ദു ഐക്യത്തിന് കാഹളമോതുന്ന ഒന്നായിരുന്നു. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് മറ്റ് മതക്കാർക്ക് നടക്കാൻ സ്വാതന്ത്ര്യമുള്ള വഴി ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അനുവദിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ്. ഇതനുവദിക്കാതിരിക്കുന്നത് ഞങ്ങൾക്കെന്നല്ല, പൊതുവെ ഹിന്ദു സമുദായത്തിന് തന്നെ അപമാനകരമാണ്. 8 ലക്ഷമുള്ള സവർണ ഹിന്ദുക്കൾക്ക് എതിർപ്പുണ്ടെങ്കിൽ തന്നെ 17 ലക്ഷമുള്ള മറ്റ് ഹിന്ദുക്കൾ ഈ സങ്കടം അനുഭവിക്കണമെന്നത് അന്യായമാണ്. ദീർഘവീക്ഷണവും സമാജസ്നേഹവും ആത്മാർത്ഥതയുമുള്ള അഭ്യർത്ഥന. അന്ന് നായർ സമുദായത്തിൻ്റെ നേതാവ് ഹിന്ദു സമാജത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചത് ഇങ്ങനെയൊക്കെയായിരുന്നു. പെരുന്നയിൽ ഹിന്ദു കോളേജ് തുടങ്ങിയതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ചങ്ങനാശ്ശേരിയിൽ ആർച്ച് ബിഷപ്പിൻ്റെ മാനേജ്മെൻറ്റിൽ കത്തോലിക്ക സഭയുടെ വകയായി സെൻറ്റ് ബെർക്ക്മാൻസ് കോളേജ് ഉള്ളപ്പോഴായിരുന്നു NSSന് കോളേജ് അനുവദിച്ചത്. NSSൻ്റെ കോളേജ് വരുന്നെന്ന് കേട്ടപ്പോൾ മുതൽ കത്തോലിക്ക സഭ എതിർപ്പ് തുടങ്ങി. വർഗീയതയും സംഘടിത ശക്തിയും സമം യോജിപ്പിച്ച് NSSനെതിരെ ശക്തമായ പ്രചാരണ പരിപാടികൾ തന്നെ സംഘടിപ്പിച്ചു. ഗവൺമെൻറ്റിനും റെസിഡൻറ്റിനും ഗവർണർക്കും വൈസ്രോയ്ക്കും ഇന്ത്യ ചക്രവർത്തിക്കും റോമിലെ പോപ്പിനും വരെ സഭ കമ്പിയടിച്ച് കോളേജ് വരുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടു. പെരുന്നയിൽ നിശ്ചയിക്കപ്പെട്ട 17.5 ഏക്കർ സ്ഥലത്ത് നിന്ന് കുടിയേറിയവരെ ഒഴിപ്പിക്കൽ ദുഷ്കരമായി. ഇടയ്ക്കൊക്കെ സ്ഥലമെടുപ്പ് നിർത്തിവെക്കപ്പെട്ടപ്പോൾ NSSനെ പരിഹസിച്ച് പത്രങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും സഭാവിശ്വാസികൾ പരിഹാസ ലേഖനങ്ങൾ എഴുതി. ഒരു പടി കൂടി കടന്ന് ചങ്ങനാശ്ശേരി ബിഷപ്പ് കാളാശ്ശേരി വാളും മടിശീലയും എടുക്കാൻ ഇടയലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്തു. സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കേണ്ടത് ഏകപക്ഷീയമായിട്ടല്ല എന്ന് നന്നായി അറിയാവുന്ന മന്നത്ത് പത്മനാഭൻ ബിഷപ്പിൻ്റെ കൈമുത്താനൊന്നും പോയില്ല. പരിഹാസം ഒട്ടും കുറയ്ക്കാതെ എന്നാൽ കർക്കശമായി കിറുകൃത്യം മറുപടി കൊടുത്തത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞാടുകളോട് അദ്ദേഹം എന്താണ് പറയുന്നത്? വാളും മടിശീലയും എടുക്കാൻ. എന്ത് വാള്? ആത്മീയ വാള് എന്ന് വെച്ചാൽ എന്താണെന്ന് ബിഷപ്പിനും അറിയാമെന്ന് തോന്നുന്നില്ല. ആത്മീയ വാൾ കായംകുളം വാള് പോലെയാണോ? അതുപോലെ തന്നെ ആത്മീയ മടിശീലയും. എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. ബിഷപ്പ് ഒരു സന്യാസിയാണെന്നാണ് വൈപ്പ്. അങ്ങനെയുള്ള ആളാണ് വിവരം കുറഞ്ഞ അനുയായികളെ ആവേശം കൊള്ളിക്കാൻ വാളും മടിശീലയും എടുക്കാൻ പറയുന്നത്. ബിഷപ്പന്മാർ കട്ടിലിൽ ഇരിക്കേണ്ടതിന് പകരം എഴുന്നള്ളി ഇരുന്നപ്പോൾ മുതലാണ് രാജ്യത്ത് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി തുടങ്ങിയതെന്ന് പിന്നീടൊരിക്കൽ മന്നം തുറന്നടിക്കുകയും ചെയ്തു. ഇങ്ങനെ കത്തോലിക്ക സഭയുടെ ശക്തമായ എതിർപ്പിനെ അതിജീവിച്ചാണ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജായി ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജിന് തുടക്കമിട്ടത്. തിരുവനന്തപുരം MG, ചങ്ങനാശ്ശേരി ഹിന്ദു, പന്തളം NSS കോളേജുകളുടെ പണി ഒരുമിച്ചാണ് നടന്നത്. NSSന് വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ടായി. മന്നം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യത്ത് തന്നെ പലയിടത്തും തെണ്ടൽ നടത്തിയെങ്കിലും വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല. അന്നത്തെ NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന MP മന്മഥൻ നായർ ധനസമ്പാദനത്തിനായി കണ്ടുപിടിച്ച വഴി പിൽക്കാലത്ത് പല സംഘടനകൾക്കും വഴികാട്ടിയായ നൂതന ആശയമായിരുന്നു. അതായിരുന്നു ഉൽപ്പന്ന പിരിവ്. NSS കോളേജിന് വേണ്ടി ഭവനങ്ങളിൽ നിന്ന് 2 തെങ്ങിന് 1 തേങ്ങ എന്ന നിലയിൽ സംഭാവന സ്വീകരിക്കണമെന്ന് ആയിരുന്നു ലക്ഷ്യമിട്ടത്. തേങ്ങയ്ക്ക് പകരം നിശ്ചിത തുകയും നൽകാം. ഇതൊരു ഭക്തിനിർഭരമായ യജ്ഞമായി നടത്താനായിരുന്നു താൻ പദ്ധതിയിട്ടതെന്ന് MP മന്മഥൻ ആത്മകഥയായ സ്മൃതി ദർപ്പണത്തിൽ പറയുന്നുണ്ട്. കരക്കമ്മിറ്റിക്കാരും വോളണ്ടിയർമാരും കുളി കഴിഞ്ഞ് രാവിലെ 6 മണിക്ക് മുൻപ് ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയതിന് ശേഷമായിരുന്നു പിരിവ്. വാദ്യഘോഷങ്ങളുമായി വീട്ടുമുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഗൃഹനായിക നിലവിളക്ക് കൊളുത്തിവെച്ച് സ്വീകരിക്കും. എന്നിട്ടാണ് സംഭാവന കൈമാറേണ്ടത്. സംഭാവന കൈമാറുമ്പോൾ കുരവ മുഴക്കണമെന്നും നിശ്ചയിച്ചിരുന്നു. ഉൽപ്പന്ന പിരിവിന് പോകുമ്പോൾ ചൊല്ലാനുണ്ടാക്കിയ പ്രാർത്ഥന പിന്നീട് കേരളം മുഴുവൻ പ്രസിദ്ധവുമായി. പന്തളം KP രാമൻപിള്ള എഴുതിയ ആ പ്രാർത്ഥന ഇന്നത്തെ തലമുറയിൽ പോലും സുപരിചിതമാണ്. അഖിലാണ്ടമണ്ഡലം അണിയിച്ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണുപ്പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥന പിൽക്കാലത്ത് എത്രയോ സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥനയായി മുഴങ്ങിയിട്ടുണ്ട്, ഇന്നും മുഴങ്ങുന്നുമുണ്ട്. അങ്ങനെ ഭക്തിയോടെ ഉൽപ്പന്ന പിരിവ് നടത്തി ഒരേ സമയത്ത് കെട്ടിപ്പൊക്കിയ കോളേജുകളാണ് MGയും ഹിന്ദു കോളേജും പന്തളം കോളേജും. കറ്റച്ചക്കോണം എന്ന് പേരുണ്ടായിരുന്ന സ്ഥലം കേശവദാസപുരമായതും MG കോളേജ് നിർമ്മാണത്തോട് അനുബന്ധിച്ചാണ്. നായർ സമുദായത്തെയും ഹിന്ദു സമൂഹത്തെയും വേറിട്ട് കണ്ടുള്ള പ്രവർത്തനമായിരുന്നില്ല NSSനെന്ന് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് തികച്ചും സ്പഷ്ടമാണ്. മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്നെങ്കിലും സംഘടിത മതശക്തികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള NSS തയ്യാറായിരുന്നില്ല. ഹിന്ദുക്കൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ ചോദ്യം ചെയ്യാതെ ഇരുന്നിട്ടുമില്ല.
ഇക്കാര്യത്തിൽ അല്പമെങ്കിലും പുറകോട്ട് പോകേണ്ടി വന്നത് കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രഭൂമിയുടെ വിഷയത്തിലാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ 27,000 ഏക്കർ ഭൂമി ക്രിസ്ത്യാനികളുടെ സംഘടിത കയ്യേറ്റത്തെ ചെറുക്കാൻ NSSന് കൈമാറിയിരുന്നു. സഭയുടെ അനുഗ്രഹാശിസുകളോടെ ഫാദർ വടക്കൻ്റെയും മുൻമന്ത്രി വെല്ലിംഗ്ടണിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ഇതിനെതിരെ നടന്നു. കമ്മ്യൂണിസ്റ്റുകളും അവരെ പിന്തുണച്ചു. ഒടുവിൽ NSSന് യാതൊരു സ്വാധീനവുമില്ലാത്ത മേഖലയായതിനാൽ ഭൂമി സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മന്നം അത് കൊട്ടിയൂർ ദേവസ്വത്തിനു തന്നെ തിരിച്ചു നൽകുകയായിരുന്നു. 1970 മന്നം മരിക്കുമ്പോൾ 93 സ്കൂളുകൾ NSSൻ്റെ അധീനതയിലുണ്ടായിരുന്നു. ഇന്ന് ആകെയുള്ള 25 കോളേജുകളിൽ 21 എണ്ണവും അതിനു മുൻപ് ആരംഭിച്ചതാണ്. ബാക്കിയുള്ള 4 എണ്ണത്തിൽ 2 എണ്ണമെങ്കിലും അതിനു മുമ്പ് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നതുമാണ്. NSSന് ഒരു മെഡിക്കൽ കോളേജ് മന്നത്തിൻ്റെ സ്വപ്നമായിരുന്നു. 1962 കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന സുശീല നയ്യാർ അനുഭാവത്തോടെ ആ ആവശ്യം പരിഗണിക്കുകയും ചെയ്തിരുന്നു. തൃപ്പൂണിത്തുറ കൊട്ടാരവും സ്ഥലവും അതിനുവേണ്ടി സംഭാവന നൽകാമെന്ന വാഗ്ദാനവും വന്നിരുന്നു. ഒടുവിൽ സംഭവിച്ചതെന്താണ്? കാളാശ്ശേരി പിതാവിൻ്റെ ആത്മീയ വാളിനെ ചെറുത്ത് മന്നം പെരുന്ന ഹിന്ദു കോളേജ് ഉണ്ടാക്കിയപ്പോൾ പിന്നത്തെ NSSകാരാകട്ടെ കിട്ടിയ മെഡിക്കൽ കോളേജ് ആത്മീയ കുരിശിന് കാണിക്കയായി സമർപ്പിച്ചു. നായരെ കടിച്ച കൊതുക് പിന്നെ ആരെയും കടിക്കില്ലെന്നും അത് അലസനായ നായരുടെ ചോര ശരീരത്ത് കയറിയത് കൊണ്ടാണെന്നും ഇനി അഥവാ കടിച്ചാൽ തന്നെ കടിയേൽക്കുന്നവനും അലസനാകുമെന്നും ഒരിക്കൽ പരിഹാസരൂപേണ പറഞ്ഞത് സാക്ഷാൽ മന്നം തന്നെയാണ്. 6 പതിറ്റാണ്ടിലധികം നീണ്ട പ്രവർത്തനങ്ങൾ കൊണ്ട് ആ അവസ്ഥ മാറ്റിയതും അദ്ദേഹം തന്നെയാണ്. ഇന്നുള്ള നായർ സമുദായ നേതാക്കളിൽ നല്ലൊരു പങ്കിനും പഴയ കൊതുകിൻ്റെ കടിയേറ്റിട്ടുണ്ടെന്ന് കരുതേണ്ടി വരും. അതല്ലെങ്കിൽ കഞ്ഞിപ്പുഴുക്കും കഴിച്ച് കാൽനടയായി കഷ്ടപ്പെട്ട് പൂർവികർ ഉണ്ടാക്കി വെച്ച വസ്തുവകകളിൽ ഞെളിഞ്ഞമർന്ന് സുഖലോലുപത പഠിച്ചു പോയതുകൊണ്ടുമാകാം. സാമൂഹിക നവോത്ഥാനത്തിന് ഉണർവേകിയ വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ, ക്ഷേത്രപ്രവേശന വിളംബരം, സർ CP-യുടെ അമേരിക്കൻ മോഡലിനെതിരെയുള്ള പ്രക്ഷോഭം, സ്റ്റേറ്റ് കോൺഗ്രസ്, ഹിന്ദുമത മഹാമണ്ഡലം, വിമോചന സമരം തുടങ്ങി കേരളം കണ്ട ചെറുതും വലുതുമായ സംഭവങ്ങളിലെല്ലാം മന്നവും NSSും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു ശതമാനവും സമുദായം എന്നതിലുപരി ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയായിരുന്നു. വിശാലമായ രാഷ്ട്ര താൽപ്പര്യവും അതിലുൾപ്പെട്ടിരുന്നു. ഇന്നെന്താണ്? ഹിന്ദു സമാജം നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളിൽ പെരുന്നയിലെ ദന്തഗോപുരവാസികൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മന്നത്തിന് ശേഷം ഹിന്ദു ഐക്യത്തിനോ ഹിന്ദു നവോത്ഥാനത്തിനോ വേണ്ടി ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കാൻ NSSന് കഴിഞ്ഞിട്ടുണ്ടോ? ശബരിമലയ്ക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടമായിരിക്കും പിന്നെ പറയാനുണ്ടാകുക. അതാകട്ടെ അടിച്ചവനെ തൊഴുന്ന രീതിയിൽ ഇപ്പോൾ അധപ്പതിക്കുകയും ചെയ്തു. NSSൻ്റെ ആദ്യ സ്കൂളിൽ കുട്ടികൾ ആദ്യമായി ഹരിശ്രീ കുറിച്ചത് ഒരു മഹാപുരുഷൻ്റെ ജന്മദിനത്തിലായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രഭാഷണ പരമ്പരകൾക്കിടെ പറഞ്ഞ ഒരു കാര്യം നായകസ്ഥാനത്ത് ഇപ്പോൾ അമർന്നിരിക്കുന്നവരുടെ സമക്ഷം ആദരവോടെ സമർപ്പിക്കുന്നു. ഒരാൾ സ്വയം വെറുക്കുമ്പോൾ അത് അവസാന അടിയായി. പ്രപിതാമഹന്മാരെ ഓർത്ത് ലജ്ജിക്കുമ്പോൾ അത് അവസാനവുമായി. ഇതാ ഞാൻ ഹിന്ദുവർഗത്തിലെ ഒരു സാധാരണക്കാരൻ, പൂർവികരെക്കുറിച്ച് അഭിമാനിക്കുന്നു. ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സന്യാസികളുടെ പിന്തുടർച്ചക്കാരനും ലോകം കണ്ട ഋഷീശ്വരന്മാരിൽ ഏറ്റവും പഴക്കം ചെന്നവരുടെ പിൻതലമുറക്കാരായവരിൽ ഒരാളുമാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതുകൊണ്ട് സ്വയം വിശ്വസിക്കുക, പൂർവികരിൽ അഭിമാനം കൊള്ളുക. ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ പതാകവാഹകനാണ് അത് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന PK നാരായണപ്പണിക്കർ അന്തരിച്ച സമയത്ത് അനുശോചനം അർപ്പിക്കുന്നതിനിടെ അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഒരു രാഷ്ട്രീയ പരാമർശമുണ്ട്. സംഘപരിവാറിനെ അടുപ്പിക്കാത്ത നേതാവായിരുന്നു ശ്രീ നാരായണപ്പണിക്കരെന്ന്. ഒരു മരണത്തിൽ അനുശോചിച്ചുകൊണ്ടുള്ള സന്ദേശത്തിൽ പോലും രാഷ്ട്രീയം കലർത്തിയ പിണറായി വിജയനെ നമുക്ക് തൽക്കാലം വെറുതെ വിടാം. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. പക്ഷേ പിണറായിയുടെ പരാമർശം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. സംഘപരിവാറിനെ അകറ്റി നിർത്തിയ നേതാവെന്ന വിശേഷണം NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾക്ക് ലഭിക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന മന്നത്ത് പത്മനാഭൻ്റെ പാരമ്പര്യമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തോടും അതിൻ്റെ ദ്വിതീയ സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കറോടും മന്നം പുലർത്തിയ മമതാബന്ധമാണ്. RSS ഏറ്റെടുത്ത് വിജയിപ്പിച്ച വിവേകാനന്ദ ശിലാസ്മാരക നിർമ്മാണത്തിൻ്റെ നേതൃസ്ഥാനം സന്തോഷത്തോടെ ഏറ്റെടുത്ത മന്നത്തിൻ്റെ ആത്മാർത്ഥതയാണ്. മന്നത്തിൻ്റെ ഹിന്ദു സംഘടനകളുമായുള്ള ബന്ധം സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ തുടങ്ങിയതാണ്. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് രജത ജൂബിലി ആഘോഷവേളയിൽ ഹിന്ദു മഹാസഭാ നേതാവായിരുന്ന വീര സവർക്കറായിരുന്നു മുഖ്യാതിഥി. അദ്ദേഹത്തെ ചെങ്കോട്ട മുതൽ ചങ്ങനാശ്ശേരി വരെ വഴിയിൽ സ്വീകരണം നൽകി ആനയിക്കുകയും ചെയ്ത ചരിത്രം 1940 മെയ് 4 ഡയറിക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 1950 മെയ് 12 മുതൽ
18 വരെ കൊല്ലത്ത് നടന്ന അതിഗംഭീരമായ ഹിന്ദു മഹാസമ്മേളനത്തിൽ സന്നദ്ധ ഭടന്മാരായി അന്ന് കൊല്ലത്ത് പ്രചാരകനായിരുന്ന പി പരമേശ്വരജിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് സംഘ സ്വയംസേവകരും പങ്കെടുത്തിരുന്നു. 1957 ഗുരുജി പങ്കെടുത്ത എറണാകുളം പൊതുപരിപാടിയിൽ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഹിന്ദുക്കളുടെ ആലംബവും ആശാകേന്ദ്രവും RSS ആണെന്ന് അസന്നിഗ്ധമായി സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. RSSന്റെ നേതൃത്വത്തിൽ കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയിൽ സ്മാരകം നിർമ്മിക്കാനുണ്ടാക്കിയ വിവേകാനന്ദ ശിലാസ്മാരക സമിതിയുടെ അധ്യക്ഷനും മറ്റൊരാളായിരുന്നില്ല. സമിതിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനുള്ള സംഘത്തിൻ്റെ അഭ്യർത്ഥനയെ സന്തോഷത്തോടെ സ്വീകരിച്ചു അദ്ദേഹം. ചെന്നൈ മറീന ബീച്ചിൽ ചിന്മയാനന്ദ സ്വാമികൾക്കൊപ്പം ഗുരുജിയുടെ സാന്നിധ്യത്തിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധനയും ചെയ്തു. വിവേകാനന്ദപ്പാറ ക്രിസ്ത്യൻ സംഘടിത ശക്തികൾ കയ്യേറി കുരിശുനാട്ടാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് വിവേകാനന്ദ സ്മാരക ശിലാസമിതിയുമായി സംഘം മുന്നോട്ട് വരുന്നതും മന്നത്ത് പത്മനാഭൻ അതിൻ്റെ അധ്യക്ഷനാകുന്നതും. എന്നാൽ മന്നത്തിൻ്റെ കസേരയിൽ പിന്നെ കയറിയിരുന്നവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന BJP നേതാവ് ലാൽകൃഷ്ണ അദ്വാനിയെ മന്നം സമാധി സന്ദർശിക്കാൻ അനുവദിച്ചില്ല എന്ന അല്പത്തരവും ചെയ്തിട്ടുണ്ട്. മന്നം മാത്രമല്ല, അക്കാലത്തെ മറ്റ് NSS നേതാക്കൾക്കും സംഘത്തോട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പ്രചാരകനായിരുന്ന ദത്താജി ഡിഡോൾക്കർ MSc ബിരുദധാരിയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ MG കോളേജിലേക്ക് ലെക്ചറായി ക്ഷണിച്ചത് അന്നത്തെ NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന മക്കപ്പുഴ വാസുദേവൻ പിള്ളയായിരുന്നു. സംഘത്തിൻ്റെ പ്രചാരക സങ്കല്പം മക്കപ്പുഴയ്ക്ക് വിശദീകരിച്ചു കൊടുത്ത ദത്താജി ആ വാഗ്ദാനം സ്നേഹപൂർവ്വം നിരസിച്ചു. ജനസംഘത്തിൻ്റെ നേതാവും RSS പ്രചാരകനുമായിരുന്ന ദീനദയാൽ ഉപാധ്യായയെ ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഹിന്ദുമത കൺവെൻഷനിൽ പ്രഭാഷണത്തിന് വിളിച്ചതും മക്കപ്പുഴ തന്നെ. 1964 സംഘത്തിൻ്റെ കേരള സംസ്ഥാന ഘടകം ആദ്യമായി രൂപീകരിക്കപ്പെട്ടപ്പോൾ പ്രാന്ത സംഘചാലകായത് മുൻ NSS പ്രസിഡന്റ് N ഗോവിന്ദമേനോൻ ആയിരുന്നു. എന്നാൽ മന്നത്തിന് ശേഷം തുടർന്ന് ഇങ്ങോട്ട് ഇടത് വലത് മുന്നണികളുടെ ആജ്ഞാനുവർത്തികളായി മാറി മാറി നിന്ന് സംഘടിത മതശക്തികൾക്കൊപ്പം ഹിന്ദു ഐക്യത്തെ തുരങ്കം വയ്ക്കുന്ന സംഘടനയായി NSSനെ മാറ്റുകയാണ് അതിൻ്റെ നേതൃത്വം. ഹിന്ദുത്വം അഭിമാനമായി കരുതിയിരുന്നവരിൽ നിന്ന് കാവി പുതപ്പിക്കാൻ ആരോ വരുന്നുവെന്ന രീതിയിൽ ധാർഷ്ട്യത്തിൻ്റെ വാചാടോപങ്ങൾ മുഴക്കുന്നവരിലേക്ക് നേതൃത്വമെത്തി. എന്നാൽ ഭൗതികമോ ആത്മീയമോ ആയ യാതൊരു ഉയർച്ചയും സമുദായത്തിനോ ഹിന്ദു സമൂഹത്തിനോ നൽകാൻ ഇക്കൂട്ടർക്ക് ആയതുമില്ല. 1950 ശബരിമല ക്ഷേത്രം തീവച്ചു നശിപ്പിച്ചതിൽ മന്നവും അന്നുള്ള NSSും ദുഃഖിതരായെങ്കിൽ 1983 ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ പൂങ്കാവനത്തിൽ അനധികൃതമായി പള്ളി പണിയാനുള്ള നീക്കത്തെ NSSകാർ കണ്ടില്ലെന്ന് നടിച്ചുവെന്നും മാത്രമല്ല, അതിനെതിരെയുള്ള പ്രക്ഷോഭത്തെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്തു. കാലങ്ങൾക്കിപ്പുറം ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജിൽ ABVP ഭരിക്കുന്ന യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന O രാജഗോപാലിനെ ക്ഷണിച്ചപ്പോൾ പരിപാടി നടക്കാതിരിക്കാൻ കോളേജിന് അവധി കൊടുക്കാൻ ആജ്ഞ നൽകിയവരാണ് മന്നവിരുന്ന കസേരയിൽ ഇന്നിരിക്കുന്നത്. ഇതംന മമയെന്ന് ചിന്തിച്ച് ജീവിതം സമർപ്പിച്ച, എഴുതിയ പുസ്തകത്തിൻ്റെ അവകാശം പോലും പ്രസ്ഥാനത്തിന് നൽകിയ മഹാനുഭാവനോട് മകൾക്ക് പ്രൊവിസി സ്ഥാനം നേടാൻ കാലുപിടിച്ചയാളെ താരതമ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ തന്നെ മഹാ അപരാധമാണ് താനും. പാരമ്പര്യത്തെയും പൈതൃകത്തെയും മറന്ന് വേരുകളിൽ നിന്ന് വേർപെട്ട് വ്യക്തിഗത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉദരംഭരികളായി ജീവിക്കുന്ന തറവാടിത്ത ഘോഷണക്കാരുടെ കെടുകാര്യസ്ഥതയിൽ ഉഴറുകയാണ് സമുദായവും സംഘടനയും. വിദ്യാഭ്യാസ രംഗത്തോ വ്യവസായ രംഗത്തോ ഉന്നതിയും നേടാനാകാതെ ആരെങ്കിലുമൊക്കെ എറിഞ്ഞു തരുന്ന അപ്പകഷ്ണങ്ങളിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ച് ദീർഘവീക്ഷണമില്ലായ്മയുടെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി സമയം പോക്കുന്നവർ ഏറ്റവും കുറഞ്ഞത് സംഘടനയുടെ ചരിത്രമെങ്കിലും ഇടയ്ക്കൊന്ന് മറിച്ചു നോക്കുന്നത് നന്നായിരിക്കും. മന്നവും ആർശങ്കറും മുൻകൈയെടുത്ത് ആരംഭിച്ച ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ പ്രതിജ്ഞ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. സനാതനമായ ഹൈന്ദവധർമ്മം ജാതിയെയോ ജാതി അടിസ്ഥാനമാക്കിയുള്ള ഉച്ച നീചത്വങ്ങളെയോ അംഗീകരിക്കുന്നില്ലെന്നും ഹൈന്ദവ മതവിശ്വാസികൾക്കുണ്ടായ സകല അധപ്പതനത്തിൻ്റെയും കാരണം ജാതി വ്യത്യാസമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. പാവനമായ ഹൈന്ദവ ധർമ്മത്തെ പുനരുദ്ധരിക്കുന്നതും ഒരു ഹൈന്ദവ ജനതയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ഒരു ഹിന്ദു എന്ന നിലയിൽ എൻ്റെ സർവ്വപ്രധാനമായ കർത്തവ്യമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഹിന്ദുമത മഹാമണ്ഡലം എന്നൊരു സ്വപ്നമായി അവസാനിച്ചെങ്കിലും ആത്യന്തികമായി എല്ലാം ഹിന്ദു മഹാമണ്ഡലത്തിൽ ലയിക്കേണ്ടതാണെന്നുള്ള മന്നത്തിൻ്റെ പ്രസ്താവനയും ഈ പ്രതിജ്ഞയും ഇന്നും പ്രസക്തമാണ്. മന്നവും സമുദായവും മുൻകൈയെടുത്ത ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ പ്രതിജ്ഞയുടെ ആശയവും ആദർശവും ഏത് സംഘടനയുടെ ആദർശത്തോടും പ്രവർത്തന രീതികളോടുമാണ് ചേർന്ന് നിൽക്കുന്നത്. ഹിന്ദുക്കൾ ജാതീയമായി വിഘടിച്ചു നിൽക്കുന്നതാണ് തങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തിന് നല്ലതെന്ന് അന്നും ഇന്നും എന്നും ചിന്തിക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സംഘങ്ങളോടാണോ, അതോ അയിത്തം പാപമല്ലെങ്കിൽ മറ്റൊന്നും പാപമല്ലെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന ഹിന്ദു സംഘടനകളോടാണോ?
ഹിന്ദു സംഘടനക്കാരെ കണ്ടുകൂടാത്ത നായകന്മാരോട് ഉത്തരം തേടേണ്ടതും ഉത്തരം പറയിപ്പിക്കേണ്ടതും ഹിന്ദുക്കളായിട്ടുള്ള നായർ സമുദായാംഗങ്ങളാണ്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. 1921 ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളിലെ ഹിന്ദുക്കൾ ഒരു ഗതിയും പരഗതിയുമില്ലാതെ പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥയിൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന മറ്റൊരു നായർ, അതായത് കെ മാധവൻ നായർ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നായരും നമ്പൂതിരിയും തീയനും ചെറുമനും യോജിച്ച് ഒരു കെട്ടായി നിന്നിരുന്നുവെങ്കിൽ അക്രമികളായ ലഹളക്കാരോട് ചെറുത്തു നിൽക്കാൻ ചിലയിടങ്ങളിലെങ്കിലും സാധിക്കുമായിരുന്നു. ഈ അസ്പൃശ്യത തുടർന്നാൽ ആപത്ത് കാലത്ത് തമ്മിൽ യാതൊരു സഹായമോ സഹകരണമോ ഇല്ലാതെ നമ്പൂതിരി നമ്പൂതിരിയുടെ വഴിക്കും നായർ നായരുടെ വഴിക്കും തീയൻ്റെ വഴിക്കും ചെറുമൻ്റെ വഴിക്കും കെട്ടും ഭാണ്ഡവും എടുത്ത് ഓടേണ്ടി വരുമെന്ന് മാത്രമല്ല, കാലക്രമേണ ഹിന്ദു സമൂഹം നാമാവശേഷമായി തീരുമെന്ന് കൂടി ഓർക്കേണ്ടതാണ്. ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ പെരുന്നയിലെ നായകന്മാർ പ്രത്യേകം പഠിക്കേണ്ടതുമാണ്.